എങ്കിൽ നമുക്ക് ഒന്ന് നോക്കാം രാജകുമാരി, അവിടുത്തെ കഴിവ് എത്രത്തോളമുണ്ടെന്ന്. ഈ തടസ്സത്തെ മറികടന്ന് അവിടുത്തെ പിതാശ്രീയുടെ അടുത്തെത്താൻ കഴിയുമോ? വിടൂ, വിടൂ, നമ്മെ വിടൂ, വിടാൻ, നമ്മെ വിടൂ. വിടൂ, വിടാൻ, വിടൂ. ബലം പ്രയോഗിക്കൂ, കഴിയുന്നതും ബലം പ്രയോഗിക്കൂ. നീ എത്രത്തോളം ബലം പ്രയോഗിക്കുന്നുവോ അത്രത്തോളം തന്നെ നീ നമ്മുടെ മായാവലയത്തിൽ അകപ്പെടുന്നതാണ്. ആരാണ് ആരാണ് സംസാരിക്കുന്നത്? ആരാണ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? നാമാണ് സംസാരിക്കുന്നത്. രാജകുമാരി, കാണാൻ കഴിയുന്നില്ലേ? നാമാണ് നാമാണ് സംസാരിക്കുന്നത്. നിങ്ങളോ? നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കോ? ആരാണ് നിങ്ങൾ? അതുപോലെ എവിടെ നിന്നാ വരുന്നത്? ഈ വനത്തിന്റെ മധ്യത്തിലായി ഇത്ര വേഗം എങ്ങനെ പ്രത്യക്ഷരായി? ഈ വനത്തിൽ നിനക്ക് യാതൊരു കാര്യവുമില്ല രാജകുമാരി. നീ ഇവിടെ വന്നത് എന്തിനാണെന്ന് ഞങ്ങളോട് പറയൂ. അത് പറയാതെ നിനക്ക് ഞങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ പോകുന്നില്ല. നോക്കൂ, നിങ്ങൾ ആരായിരുന്നാലും നമ്മുടെ വാക്കുകൾ കേൾക്കൂ. നമ്മെ മോചിപ്പിച്ചാലും നമ്മെ പോകാൻ അനുവദിക്കൂ. നിങ്ങൾ അന്യായം പ്രവർത്തിക്കുകയാണ്. ന്യായവും അന്യായവും ഞങ്ങളെ ഒരു വിധത്തിലും ബാധിക്കില്ല. അഥവാ നീ മോചിതയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകിയേ മതിയാകൂ. ഉചിതമായ സമയത്തിനുള്ളിൽ നീ ഉത്തരം നൽകുകയാണെങ്കിൽ നിനക്ക് മോചിതയാകാൻ സാധിക്കുന്നതാണ്. ഒന്ന് നിർത്തോ. ഈ രാജകുമാരിക്ക് സാമാന്യ ബോധം പോലുമില്ല. പിന്നെ ഇവൾ എങ്ങനെയാണ് ഉത്തരം പറയുന്നത്? നാം ഉത്തരം നൽകാം, നാം ഉത്തരം നൽകാം. പറയൂ, നമ്മോട് പറയൂ, നിങ്ങളുടെ ചോദ്യം എന്താണ്? നാം ഉത്തരം നൽകുന്നതാണ്. എങ്കിൽ നീ പറയൂ, നാം പറയുന്ന വസ്തു ഏതാണ്? അതിന് വയറുണ്ട്, എന്നാൽ ശരീരമില്ല. വായുണ്ട്, എന്നാൽ ജീവനില്ല. പറയൂ, അറിയാമെങ്കിൽ പറഞ്ഞുകൊള്ളൂ. അങ്ങനെയുള്ളൊരു വസ്തു എവിടെയും ഇല്ല. നിങ്ങൾ നമ്മോട് കടക്കഥ പറയുകയാണോ? നമ്മെ വെറുതെ വിടൂ, മോചിപ്പിക്കൂ. എന്തുപറ്റി? പറയൂ. ഉത്തരം പറയാൻ വൈകിയാൽ ഈ ബന്ധനം നിന്റെ മൃത്യുവിന് കാരണമായി തീരുന്നതാണ്. പറയൂ. പറയൂ രാജകുമാരി, ശരിയായ ഉത്തരം പറയൂ. ഉത്തരം പറയാൻ സാധിച്ചാൽ നിനക്ക് മോചനം ലഭിക്കുന്നതാണ്. അഥവാ പറഞ്ഞില്ലെങ്കിൽ ഇവിടെയുള്ള ഗർത്തത്തിൽ നിന്നെ ഞങ്ങൾ താഴ്ത്തുന്നതാണ്. ഇവര് മനഃപൂർവ്വം അസംബദ്ധമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മെ വധിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്കിവരുടെ ബന്ധനത്തിൽ നിന്ന് മോചിതയായേ മതിയാകും. അല്ലെങ്കിൽ പിതാശ്രീ എവിടെ പോയെന്ന് നമുക്കൊരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. എന്തുപറ്റി രാജകുമാരി? നീ എന്താ നിന്റെ നാവിന് വിലങ്ങിട്ടോ? മോചനം നേടാനുള്ള നിന്റെ ആഗ്രഹമെല്ലാം അവസാനിച്ചോ? ഇവരുടെ കടങ്കഥ എന്തായിരുന്നു? വയറുണ്ട്, എന്നാൽ ശരീരമില്ല. അതുപോലെ വായുണ്ട്, എന്നാൽ ജീവനില്ല. എന്താണ്